കുന്നിക്കോട് ആവണിശ്ശേരത്ത് നിന്ന് കാണാതായ 13-കാരിക്കായി അന്വേഷണം തുടരുകയാണ്. അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്നാണ് കുട്ടി ഇന്നലെ വീട് വിട്ടിറങ്ങിയത്. കാണാതാകുമ്പോൾ പച്ച ടോപ്പും നീല ജീൻസുമാണ് ഈ കുട്ടി ധരിച്ചിരുന്നത്. അരുൺ രാജ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അരുൺ രാജ്, ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയതായി പോലീസിന്റെ സൂചനയുണ്ടോ? കുന്നിക്കോട് പോലീസ് സ്റ്റേഷനാണോ കേസെടുത്തിരിക്കുന്നത്? ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ കുട്ടി വീട് വിട്ടിറങ്ങുന്നത്. ഈ അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്നാണ് വീട് വിട്ടിറങ്ങിയത് എന്നുള്ളതാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ഫാത്തിമയുടെ വീട്ടിലാണ്. ഫാത്തിമയുടെ സഹോദരൻ കൂടിയാണ്. ഇന്നലെ ഏത് സാഹചര്യത്തിലാണ് ഫാത്തിമ വീട് വിട്ടിറങ്ങിയത്? ഒരു ഉച്ച കഴിഞ്ഞാൽ പോയത്. വീട്ടിലെ ഒരു ഉമ്മയായിട്ട് ചെറിയൊരു പ്രശ്നം, ഭക്ഷണം കഴിക്കാത്തതിലുണ്ടായ പ്രശ്നമാണ്. അപ്പോൾ വൈകിട്ടായി ഞങ്ങൾ അറിഞ്ഞപ്പം നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യനെ ഇതേപോലെ അവളെ ഫ്രണ്ടാണ്. അപ്പോൾ അവളെ വിളിച്ചിട്ട് ഇതേപോലെ പറഞ്ഞ് ഉമ്മ ഇതേപോലെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നാട് വിടുവാന്നും ഒരു വാക്ക് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. ബന്ധുക്കളുടെ വീട്ടിലെല്ലാം നമ്മൾ അന്വേഷണം നടത്തി. ബന്ധുക്കളുടെ വീട്ടിലെല്ലാം അന്വേഷണം നടത്തി. അവളെ കൂടെ പഠിക്കുന്ന വീടുകളിലെല്ലാം അന്വേഷിച്ചു. എങ്ങും ചെന്നിട്ടില്ല ഇതുവരെ. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ ഫുള്ള് തിരക്കായിരുന്നു. അവിടെയും പോയി ഞങ്ങൾ ഫുൾ അന്വേഷിച്ചായിരുന്നു. പോലീസ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഇന്നലെ ഫാത്തിമ ഈ വീട് വിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തി എന്നുള്ളതാണ്. അവിടെ വെച്ച് ഈ ട്രെയിൻ യാത്രികനായ ഒരു സഞ്ജയ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ, അത് MBBS വിദ്യാർത്ഥിയാണ്, ചെന്നൈയിലുള്ള, ആ വ്യക്തിയുടെ ഫോൺ മേടിച്ചാണ് ഫാത്തിമ തന്റെ സുഹൃത്തിനെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, തനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തിയത്. പിന്നീട് ഈ ഫോൺ സഞ്ജയ് വാങ്ങുകയും സഞ്ജയ് പിന്നീട് യാത്ര തുടരുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇവിടെ നിന്ന് ഫാത്തിമ എവിടേക്ക് പോയി എന്ന സംബന്ധിച്ച് കൃത്യമായി ഇപ്പോഴും പോലീസിന് വിവരമില്ല. ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ CCTV അടക്കം പരിശോധിക്കാൻ കുന്നിക്കോട് പോലീസ് 2 തവണ ശ്രമം നടത്തി. പക്ഷേ ഈ റിനോവേഷൻ അടക്കം നടക്കുന്നതിനാൽ അവിടെ നിന്ന് പൂർണ്ണമായും CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് പോലീസ് സമീപത്തടക്കം ഇപ്പോൾ പരിശോധന തുടരുകയാണ്. ഈ ഫാത്തിമ പോകാനിടയുള്ള സാഹചര്യങ്ങൾ, ബന്ധുക്കളുടെ വീടുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലടക്കം ഇപ്പോഴും പോലീസിന്റെ പരിശോധന തുടരുന്നു. പക്ഷേ ഇതുവരെയും ഫാത്തിമയെ ട്രേസ് ചെയ്യാൻ പോലീസിന് കൃത്യമായി കഴിഞ്ഞിട്ടില്ല. കാരണം ഈ മൊബൈൽ ഫോൺ ഫാത്തിമയുടെ കയ്യിലില്ല. ഈ ഫാത്തിമ ധരിച്ചിരുന്ന വസ്ത്രം, അത് മാത്രമാണ് പോലീസിന് മുമ്പിൽ ആകെയുള്ള ഒരു തെളിവ്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സഹായിക്കുന്ന ഘടകം. എന്തായാലും ഈ വീട്ടിനുള്ളിൽ ബന്ധുക്കളടക്കമുള്ളവർ ഇപ്പോഴും തുടരുകയാണ്. ഫാത്തിമ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോഴും നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തുന്നുണ്ട്. ആരെങ്കിലും ഈ കുട്ടിയെ, ഫാത്തിമയെ എവിടെ വെച്ചെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ പോലീസ് തന്നെ നൽകുന്നത്. പച്ച ടോപ്പും നീല ജീൻസുമാണ് ഇവിടെ വീട് വിട്ടിറങ്ങുമ്പോൾ ഫാത്തിമ ധരിച്ചിരുന്നത്. ഫാത്തിമ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടോ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നെങ്കിൽ അങ്കിൾ പറയുന്ന നല്ല കാര്യം മോള് കേൾക്കാം, മോളുടെ വീട്ടിനടുത്തുള്ള ഒരാൾ തന്നെയാണ്, ഞാൻ വേഗം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലായരാക്കി വീട്ടിലേക്ക് മടങ്ങിപ്പോവുക. ഈ ലോകം അത്ര അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റിയ സ്ഥലമല്ല. 13 വയസ്സല്ലേ മോൾക്കുള്ളൂ, വേഗം വീട്ടിലേക്ക് മടങ്ങിപ്പോവുക.